ചാലഞ്ച് പാർട്ട് 2 എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിവിടെ പച്ചമുളക് ഹായ് പീപ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ അഖില, ഞാൻ അജയ് ഫ്രം ക്രേസി സിബ്ലിങ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നൊരു ചലഞ്ച് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിനു മുമ്പ് എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ അധികം പേര് എന്ന് പറഞ്ഞാൽ 2-3 പേര് നമ്മളോട് സജസ്റ്റ് ചെയ്തതാണ് സ്നീസിങ് ചലഞ്ച് പാർട്ട് 2 ചെയ്യാൻ. അപ്പം നമ്മുടെ സ്നീസിങ് ചലഞ്ച് പാർട്ട് 1 2 മുമ്പിൽ. അപ്പം നമ്മളാണ്ട് ആ ഒരു വീഡിയോ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. സൈഡിലല്ല, ഈ ബട്ടണിലും കൊടുത്തേക്കാം, പോയി കാണാം. അപ്പം നമ്മൾ അന്നാദി കൊണ്ടുവന്നിരിക്കുന്നത് മൂക്കുപൊടി ഉണ്ടായിരുന്നു, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ പേപ്പർ, ഇങ്ങനെ പേപ്പർ ഉരുട്ടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നെടുത്ത് അപ്പൊ നമ്മള് ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ബക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പച്ചമുളക് മൂക്കിലോട് ഇടുമ്പോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലതായിരിക്കും. പിന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് വെണ്ടയ്ക്ക. മൂക്കി കേറും. പിന്നെ ഇത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കാര്യല്ലേ, കായപ്പൊടി. ഇത് എന്ത് ഉദ്ദേശത്തിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് വെച്ച് തുമ്മോന്ന് എനിക്കറിയത്തില്ല, അത് വേറെ കാര്യം. ഇതിങ്ങനെ എടുത്തിട്ട് മുകളിലോട്ടൊന്ന് വലിച്ചാൽ മതി കേട്ടോ. ഓ, ഇപ്പൊ തന്നെ തുമ്മണോ? കുഴപ്പമില്ല, വലിയായിട്ട് തുമ്മലൊന്നും വരത്തില്ലായിരിക്കും. അതൊന്ന് മുകളിലോട്ടൊന്ന് വലിച്ചാൽ മതി. വിഷ്ണു ഇവിടെ കിടന്ന് പടപടോടാന്ന് തുമ്മിക്കോളും. അപ്പം നമ്മളിവിടെ 4 ഐറ്റംസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ 4 ഐറ്റംസ് തന്നെ ആയിരുന്നു വെച്ചിട്ടുള്ളത്. നമുക്ക് തന്നെ ഓർമ്മയില്ല. നിങ്ങൾ വീഡിയോ പോയി കാണുക കേട്ടോ, ഈ ബട്ടണി കൊണ്ട്. അപ്പം നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ടൈം കളയാതെ നമ്മുടെ ചലഞ്ചിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് ബക്സ് എടുക്കല്ലേ? രണ്ടുപേരും ഒരുമിച്ചാണോ? രണ്ടെണ്ണം എടുത്തിട്ടില്ലേ? ഒരുമിച്ച് ചെയ്യാം അല്ലേ? ഒരുമിച്ചാണോ? അല്ല, ഓരോരുത്തർ ചെയ്യാം. വേണ്ട, ഒരുമിച്ച് ചെയ്യാം. തുമ്മുമ്പോ അതൊരു ഇത് വരത്തില്ലേ? തുമ്മുമ്പോ വരത്തില്ല, ഒരു ഇത് വരണ്ടേ? ഇത് കഴിഞ്ഞ് വരണ്ടേ? എന്ത് ഗുമ്മ് വരണ്ടേ? ഫസ്റ്റ് ഇട്ടോ, ഞാനിവിടെ ഇരിക്കാം. ഇത് ചെവിയുടെ സാധനം. ചെറിയ ഭാഗമുണ്ട്, ഇതിന് ചെറിയ ഭാഗമുണ്ട് കേട്ടോ. ഞാൻ അത് ഇട്ടോളാം. മാറ്റി നോക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോ മൂക്കിന്ന് ഒരു ഘട്ടം അഴുക്കിളകി വരും. ഒന്നുമില്ല. അയ്യോ, ഇത് കഴിഞ്ഞ ചലഞ്ചിലും ഇങ്ങനായിരുന്നു, ഒരു തുമ്മലും ഇല്ല. ഞാനായിരുന്നു മൊത്തത്തിൽ ഇരുന്ന തുമ്മി. മൂക്കിനകത്തോട്ടൊന്ന് കയറ്റി, അകത്തോട്ട് കയറ്റി. ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ബ്ലോക്ക്, അവിടെ വരെ കയറണം, എന്നാലും തുമ്മല്. ഇവിടെ തൊട്ട് നോക്കാം, പറയാൻ പറ്റും. ഒന്നുമില്ല. നമുക്ക് മൂക്കെ പിടിച്ച് തിരിച്ചു നോക്കിയാലോ? പോടാ ഇനി നീ. അയ്യോ, ഇത് ചെറുതല്ല കേട്ടോ. വിഷ്ണു അക്കൗണ്ട് ഇനി ഇവിടെ നിർത്തത്തില്ലല്ലോ. ഇത് മൂക്കിനകത്ത് കയറ്റി കാണത്തില്ല, അതാ. എന്റെ ഈശ്വരാ, ഞാൻ ഇനി ഇതെങ്ങനെ മൂക്കിനകത്ത് കയറ്റും? കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അയ്യോ, ഇല്ല.
ഞാൻ മൂക്കിൻ്റെ ഇടുമ്പോ അവൻ തുമ്മുന്നു. അയ്യോ എത്ര മറ്റേ കൊറോണ ടെസ്റ്റ് ചെയ്യാനായിട്ട് മൂക്കി കുത്തത്തില്ലേ, അതിന്റെ ഒരു തരിപ്പ് പോലെ വരുന്നു. ദൈവമേ, കഴിയട്ടെ പതിയെ. ഓ ലാസ്റ്റ് ഇടാൻ മതിയായിരുന്നത്. കഴിഞ്ഞോ? എല്ലാം മൂക്കി ഇടാനുള്ളതല്ലേ. കഴിഞ്ഞോ? ചിരിച്ചില്ലാണ്ടാക്കിയിരിക്കുന്നു തുമ്മൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ചിരിച്ചു കഴിഞ്ഞാൽ തുമ്മല് വരത്തില്ല. അയ്യോ ആർക്കും അറിയത്തില്ലായിരുന്നു. അജയ് ടിപ്സ് എഴുതി വെച്ചു കണ്ടോ. ഇതുകൊണ്ട് നമുക്ക് ചെവിയിലിടാൻ മാത്രമല്ല തുമ്മാനല്ല മൂക്കിലിടാൻ ഉപയോഗിക്കാം. മൂക്കിലിടാൻ ഉപയോഗിക്കാം. നല്ല സാധനമാണ്. വിഷ്ണു തെളിയിച്ചിരിക്കുകയാണ്, പക്ഷെ ഞാൻ തെളിയിച്ചില്ല. കഴിഞ്ഞ കളിയിൽ ഇങ്ങനെയായിരുന്നു. ഒരു സാധനം മൂക്കുപൊടി ഉണ്ടായിരുന്നു, മൂക്കുപൊടി ഏറ്റില്ല, പേപ്പറാണ് ഏറ്റത്, ബാക്കി ഒന്നും ഏറ്റിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയെങ്കിലും തുമ്മിക്കൂടായോ? ചുമയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ചുമക്കാം. ഇനി പച്ചമുളക് നമുക്ക് പൊട്ടിച്ച് മൂക്കിയിട്ട് കൊടുക്കാം, അപ്പൊ തുമ്മില്ല. ഭ്രാന്താണോ? എന്റെ മൂക്കി കയറുവോ? അത് കേറിക്കോ. അപ്പൊ ഇടട്ടെ, മൂക്കള അടച്ചാലോ. അപ്പൊ ഇനി പച്ചമുളക് കണ്ടില്ലേ, നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കൂട്ടാൻ വെക്കാനാണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മൂക്കിലിടാനാണ്. ഇവിടെ ഇങ്ങനെ വെക്കും. പിന്നെ നീ എന്റെ ഫ്രണ്ടിൽ വന്ന് നോക്കി, ഞാൻ ഇവിടെ വരെ കേട്ടുന്നുണ്ടോ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ നോക്കിയോളാം. ഇത്ര കേൾക്കുന്നു. മനുഷ്യല്ലേ, എന്താണിത്? യോ മൂക്കൊന്നും ഇല്ലേ, നോക്കട്ടെ. മൂക്കൊന്നും ഇല്ലേ, ഇതെന്താ? അതന്നെ ഞാനും ആലോചിക്കുന്നത്, ഇതെന്താ? യോ നീ ഇതെങ്ങനെ കൂട്ടാൻ വെക്കാൻ എടുക്കുമെന്നാ? കൂട്ടാം, കളയണമല്ലോ. കളയണം. ഞാൻ അത്ര വിഷ്ണുവിനെ പോലെ പറ ഞാൻ തുമ്മത്തില്ല, ഒരെണ്ണേ തുമ്മത്തുള്ളൂ. ഞാൻ എത്ര തുമ്മി? ഇവന് മൂക്കെരിയുന്നത് പോലെ. ഇനി ഇടണ്ടല്ലോ, ഒരു തുമ്മല് തുമ്മി ഇതും വെച്ച്. ഞാൻ 10-15 ഉമ്മലാണ്ട് ഉമ്മി. ഇപ്പഴേ എത്ര ഉമ്മല് ഉമ്മി? ഞാൻ 10 ഉമ്മി. അത് 2 പ്രാവശ്യം ഇട്ടിട്ടല്ലോ, ആ ഒരു തവണ ഇട്ടിട്ട് തന്നെയല്ലേ നീ അത്രയും തുമ്മി. ഞാനും ഒരു തവണ ഇട്ട് ഒരു തുമ്മൽ ഉമ്മി, അത് മതി. ഇനി വിഷ്ണു അടുത്തത്. എന്താ എന്താ ഇപ്പുറത്ത് നോക്കിട്ടോ, ഇപ്പുറം നോക്കി മറ്റേ ഇട്ട് വല്ലാതെ ഇരിക്കുക. ഇതേ ഒരുപാട് ഉണ്ട പൊട്ടിയിരിക്കവിടെ. അത് ഞാനേ മാറ്റി വെച്ച് മതി. അപ്പൊ എന്തായാലും കൊറേ തുമ്മല് ഒരൈറ്റത്തില് വിഷ്ണു അങ്ങ് തീർത്തത് കൊണ്ട് നമുക്ക് ഇതിൽ പരിഗണിക്കാം. ഞാൻ പച്ചമുളക് വെച്ച് ഒരു തുമ്മല് തുമ്മിട്ടുണ്ട്. ഞാനും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി വെണ്ടക്കയാ. ഇത് പിന്നെ പേടിക്കാവുന്നല്ല, പച്ചമുളക് പോലെ. ഇത് പച്ചക്ക് നീ തിന്ന് നോക്ക്. എനിക്ക് അങ്ങോട്ട് തുമ്മല് വരുന്നില്ല, അത് ആവശ്യം. മതിയല്ലോ, തുമ്മങ്ങോട്ട് 2 എണ്ണം ആയതേ ഉള്ളു. അതിനെന്താ, നീ ഒറ്റ തവണ ഇട്ടല്ലേ ഉള്ളു അല്ലേ? ഞാൻ ഒറ്റ തവണ ഇട്ട്. ഇനി ഇവന്റെ ഒരു സമ്മാനത്തിന് ഒന്നും കൂടി ഇട്ടോ.
ഞാൻ 3 തവണ ഇട്ടിട്ടാണ് 3 തുമ്മൽ. 2 തവണ ഇട്ടിയപ്പോ 3 തുമ്മൽ. അതും കൂടെ ചേർത്ത് ഒരു 10 തവണ ഇട്ടോ. പിന്നെ മതി. കഴിഞ്ഞു. കുറച്ചുകൂടെ. വെണ്ടയ്ക്കാണ് 3 തവണ ഇട്ടു. വിഷ്ണു പച്ച ഒറ്റ തവണ ഇട്ടുള്ളൂ, പച്ചമുളക് ഒറ്റ തവണ ഇട്ടുള്ളൂ. എന്നിട്ട് സ്കോർ പോയ വഴിയാ നോക്കാൻ. സാരല്ല, 10-12 അതിന്റെ കുറ്റല്ലോ. തീർന്നോ? അയ്യോ എട്ടനെ ആള് കുറച്ചുകൂടെ ശ്രമിക്കുന്നേ. ഒരു തവണ കൂടെ ഇട്ടോ. 10 വയ്ക്കാം. വെണ്ടക്കയിൽ വിഷ്ണു 10 തികച്ചിരിക്കുകയാണ്. ഗുഡ് ബോയ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല. 12. ഞാൻ ഇങ്ങനെ പറ തുമ്മത്തില്ല. ഒരു 1 ഇട്ട് കഴിഞ്ഞാൽ ഒരു തുമ്മല്. വിഷ്ണു പക്ഷേ ഇങ്ങനെ പറ തുമ്മിക്കൊണ്ട്. കഴിഞ്ഞെന്നാണ് വിഷ്ണു പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അടുത്തത് കായപ്പൊടിയാണ്. കായപ്പൊടി ജസ്റ്റ് ഇതിന്റെ ഈ ഹോൾ ഉണ്ടല്ലോ, അത് മൂക്കിലോട്ട് വെച്ചിട്ട് മുകളിലോട്ട് ചെറുതായിട്ട് വലിക്കാം. ചെറുതായിട്ട് മതി, വളരെ ചെറുതായിട്ട് മതി. അപ്പൊ നമുക്ക് നോക്കാം. ഞാനാണ് ആദ്യം. എല്ലാം ആദ്യം തുടങ്ങും, എന്നിട്ട് ഒന്നുമില്ല. ഇതുവരെ 4 തുമ്മല തുമ്മിയേക്കുന്ന നല്ല മണം. എന്നാലേ മൂക്കിങ്ങനെ ഞാൻ അകത്തോട്ട് ഇട്ട് തരാം. അതെങ്ങനെ ഉണ്ട്? ഇല്ല, തുമ്മലൊന്നും ഇല്ല. തുടക്കണം ഇല്ലേ? മണം ഇങ്ങനെ മൂക്കി തങ്ങിയിരിക്കും. കടഞ്ഞിരിക്കുന്നുണ്ട്. അല്ല, നല്ല മണം കായത്തിന്. കായല്ല, കായപ്പൊടി. ഞാൻ വിചാരിച്ചു തുമ്മാൻ വരുവാന്ന്. ഇല്ല, പൊടിയൊന്നും ഉണപ്പിച്ചു നോക്കി കൈ കാണിക്കും. അയ്യോ, മൂക്കി കേറിയില്ലേ? ഇനി നീ മണപ്പിക്ക. അമ്മ കാണണ്ട. കഞ്ചാവാണ്. ഒറ്റ അടി കൂടെ വരും. ഇല്ല, തുമ്മലൊന്നുമില്ല. കായപ്പൊടി ചീറ്റിപ്പോയി.
അതെ ചീറ്റിപ്പോയി. പക്ഷെ വിഷ്ണുവിന് ബഡ്സും വെണ്ടയ്ക്ക നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. മുളക് ഏറ്റേനെ അയ്യോ ഇതാണ് പൊട്ടിയാണ് അവിടെ ഇരുന്നാലേ സീന, അതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഇടാഞ്ഞത്. അല്ല നിന്റെ മുക്ക് വലുതായോണ്ട് കുഴപ്പമില്ല, പൊട്ടത്തില്ല. ഞാൻ വലുത് നോക്കി എടുത്തേ. നോക്കൂ നോക്കൂ നോക്കൂ. എന്റെ മുക്ക് ചേർത്തായുണ്ടാ പച്ചമുളക് അവിടെ ഇങ്ങനെ തങ്ങിയിരുന്നു. പക്ഷെ ഞാൻ ഒരു തുമ്മൽ തുമ്മി. അത് ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കിയാട്ടാ. അപ്പൊ ആ ഇളക്കുന്ന ഇത് പൊട്ടിയാണോ അവിടെ ഇരുന്നത്, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രാക്കായ മതി. ആ എരിവ് മൂക്കിലോട്ട് തുളച്ചങ്ങ് കയറും. പിന്നെ തുമ്മന്റെ കരുത്തില്ല, ചത്തുവോ? ചത്തുവൊന്നുമില്ല. അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ സ്നീസിങ് ചാലഞ്ച് പാർട്ട് 2. അപ്പം ഈ കമന്റ് ചെയ്തവരൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അല്ല പറഞ്ഞവര് മാത്രല്ല കേട്ടോ, പറയാത്തവരും കമന്റ് അടിക്കണം. അത് വേറെ കാര്യം. കാണുകയും വേണം, ലൈക്ക് അടിക്കാൻ വേണം, സപ്പോർട്ട് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്, അതാണ് മെയിൻ സപ്പോർട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പാർട്ട് 2 ചലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ആശംസകൾ. അപ്പം നമ്മുടെ ഒരു പോസ്റ്റർ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രത്തോളം സക്സസ് ആയെന്ന് അറിയത്തില്ല, അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു പോസ്റ്ററാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതും കൊള്ളാമെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നല്ല വീഡിയോസ് ചാലഞ്ചസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ഫ്രം ക്രേസി സിബ്ലിങ്സ്.